ഓക്കെ, നമുക്ക് മാനേജ്മെന്റ് ഓഫ് മൈഗ്രെയിൻ ആണ് ടോപ്പിക് റീഡിംഗില്. പാർട്ട് എയിൽ ഒരു സ്റ്റഡി പറയുന്നുണ്ട്. പാർട്ട് ബിയിൽ ഒരു ടാബുലർ കോളത്തിനകത്ത് എക്കണോമിക് ബർഡൻ ഓഫ് മൈഗ്രെയിൻ ഇൻ ദ USA പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. സി പാർട്ടില് 2 കേസാണ് പറഞ്ഞേക്കുന്നത്. ടെക്സ്റ്റ് ഡിയില് റിസർച്ച് ബ്രീഫ് ഓൺ മൈഗ്രെയിൻ ഇൻ ദ US പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. Jason's Academy, Joyful Learning. First question, what is an average length of bed rest? Answer delta ആണ്. കിട്ടിയായിരുന്നു എല്ലാവർക്കും? കിട്ടി. എവിടെ നിന്ന് കേട്ടിയാ? ടെക്സ്റ്റ് ഡിയില് 4ാമത്തെ അത് പറയുന്നുണ്ട്. ടെക്സ്റ്റ് ഡിയില് നമുക്കൊരു 4th ബുള്ളറ്റിനായിട്ട് പറയുന്നുണ്ട്. Average length of bed rest is average length of bed rest is 5 to 6 hours. കണ്ടോ എല്ലാരും? Yes. Okay, second question. Does employee experience pressure from employers due to migraine absence? കേട്ടോ ആൻസർ? ചാർലി. ടെക്സ്റ്റ് സിയില് കേസ് 1 പറയുന്നുണ്ട് ജെയിൻ എക്സ്പീരിയൻസ് പ്രഷർ ഫ്രം എംപ്ലോയേഴ്സ് ഡ്യൂ ടു ഹെർ മൈഗ്രെയിൻ ആബ്സെൻസ്. കണ്ടല്ലോ, അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ പറയുന്നുണ്ട് ജെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന്. സോ ആൻസർ അവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം. തേർഡ് വൺ, വിച്ച് പേഷ്യൻസ് ആർ മോർ ലൈക്ലി ടു ടേക്ക് പ്രൊഫൈലാക്റ്റിക് മെഡിക്കേഷൻസ്? കിട്ടിയായിരുന്നു ആൻസർ? ആൽഫ. ലൊക്കേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് എയില് റിസൾട്ടിന്റെ സെക്കൻഡ് പാരയില് ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് മെഡിക്കേഷൻസ്. The most prophylactic agents are currently or previously were pisofixin and propanol. Other appropriate agents were rarely used. Patients reporting 3 or more migraines or 2 migraines per month were significantly more likely to be taking prophylactic medication than those with less frequent migraine attacks. Prophylactic medication had been used previously by 15.0%. The most common prophylactic agents used currently or previously were pizotifen and propanolol. നമുക്ക് അവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം. Fourth one, what does BEACH stands for? Alpha, അല്ലേ? ടെക്സ്റ്റ് എയില് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാം. ഡിസൈൻ സെക്കൻഡില് ടെക്സ്റ്റ് എയില് സെക്കൻഡ് പാരഗ്രാഫിൽ സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് ലൈനിൽ നോക്ക്, എ കൊഹോർട്ട് ഓഫ് ഗ്രൂപ്പ് ജനറൽ പാർട്ടിസിപ്പൻസ് കളക്ടഡ് ഡേറ്റ ഫ്രം അബൌട്ട് 30 കോൺസിക്യൂട്ടീവ് പേഷ്യൻസ് ഈച്ച് ആസ് പാർട്ട് ഓഫ് ദ ബീച്ച്. അവിടെ ബെറ്ററിംഗ് ദ ഇവാലുവേഷൻ ആൻഡ് എൻഡ് കെയർ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. കണ്ടല്ലോ എല്ലാരും? 5. How much economic burden does migraine causes in the US? ടെക്സ്റ്റ് ബിയിലെ കോളം എക്കണോമിക് ബർഡൻ ഓഫ് മൈഗ്രെയിൻ ഇൻ ദ USA. നമുക്ക് ടെക്സ്റ്റ് ബിയില് ആ ടേബുലർ കോളത്തിൽ പറയുന്നുണ്ട് എക്കണോമിക് ബർഡൻ ഓഫ് മൈഗ്രെയിൻ ഇൻ ദ USA. അപ്പൊ അവിടെ നമുക്ക് ആൻസർ ലൊക്കേറ്റ് ചെയ്യാം. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഓരോന്ന് വെച്ചിട്ട് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. Then which government's program gives allowance for migraine patient? ആൻസർ ചാർലി. കിട്ടിയോ? ടെക്സ്റ്റ് സിയില് നമുക്ക് സെക്കൻഡ് കേസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കേസ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു തേർഡ് ലൈൻ തൊട്ട് ഇൻ അഡിഷൻ, ഞാൻ ഇവിടെ കാണിക്കുന്ന PDF-ലാണെങ്കിൽ സെക്കൻഡ് ലൈൻ, ഇൻ അഡിഷൻ കൊളീഗ്സ് ഹാവ് supporters contact number should she need to be escorted during a migraine as her employers are plan of the government work step program. She has assessed a number of allowance and initiatives. നമുക്ക് അവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം. കണ്ടല്ലോ ഇത്? ന്യൂസ്പേപ്പർ ഷീറ്റ്. 7. What type of drugs are popular non-recommended drugs for migraine? ആൻസർ ആൽഫ. കിട്ടിയായിരുന്നോ?
എവിടെ ലൊക്കേറ്റ് ചെയ്യാം? Just before conclusion. That, ടെക്സ്റ്റ് എയിൽ പറയുന്നുണ്ട്, ടെക്സ്റ്റ് എയിൽ കൺക്ലൂഷൻസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒരു സെക്കൻഡ് പാരഗ്രാഫ് കൺക്ലൂഷന് തൊട്ട് മുകളായിട്ട് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഹവർ നോൺ റെക്കമെൻഡഡ് ഡ്രഗ്സ് ആർ ഓൾസോ യൂസ്ഡ് ഇൻക്ലൂഡിംഗ് ഒപ്പിയോയിഡ്സ് അക്യൂട്ട് മെഡിക്കേഷൻസ്. കണ്ടല്ലോ അത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ 1 to 7? ഇല്ല. 8th question, which are the most common prophylactic agents used? In text A. ആൻസർ എന്തായിരുന്നു? പിസോട്ടിഫിൻ ആൻഡ് പ്രൊപ്പനോലോൾ. ആ, എവിടുന്ന് ലൊക്കേറ്റ് ചെയ്യാം? Text A. result. Second paragraph last. ടെക്സ്റ്റ് എയില് ആ റിസൾട്ടിൽ സെക്കൻഡ് പാരഗ്രാഫിൽ ലാസ്റ്റ് സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട്, ദ മോസ്റ്റ് കോമൺ പ്രൊഫൈലാറ്റിക് ഏജൻസ് യൂസ്ഡ് കറന്റ്ലി ഓർ പ്രീവിയസ്ലി വെയർ പിസോട്ടിഫിൻ ആൻഡ് പ്രൊപ്പനലോൾ. കണ്ടല്ലോ അത്? നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മൈഗ്രെയിൻ പ്രിവാലൻസ് എമംഗ് വുമൺ ഓവർ ദ ഏജ് 20 to 64 ഇൻ ദ US? എത്രയായിരുന്നു? 20%. 20%. Text D. Text B, first bullet point. First bullet point. Migraine prevalence is about 70% in men and 20% in women 20%. over the age of 20 to 64. കണ്ടോ എല്ലാരും? Next one, 10. How many migraine participants are currently taking prophylactic medication in New Zealand? എത്ര പേരാണ്? 54. 54. Text A റിസൾട്ടില് at last കിടപ്പുണ്ട് only 8.3%. 54/648 of migraine patients were currently taking prophylactic medication. അപ്പൊ അതില് 54. How many എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് currently taking വരുമ്പോ ഹൗ മെനി മൈഗ്രെയിൻ പേഷ്യൻസ്, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് എയില് റിസൾട്ടില് ഫസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് ഓൺലി 8.3% ഇൻ ബ്രാക്കറ്റ് 648 54 പേഷ്യൻസ് ആണ് എന്തെടുക്കുന്നത്? മൈഗ്രെയിന് കറന്റ്ലി പ്രൊഫൈലാറ്റിക് മെഡിക്കേഷൻ എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. സോ ആൻസർ 54. ഹൗ മെനി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നമ്പർ എഴുതാൻ പറ്റൂ, 8.3% എഴുതാൻ പറ്റത്തില്ല. കിട്ടിയായിരുന്നു എല്ലാവർക്കും 54? 11. What is the migraine prevalence among men in New Zealand? എത്രയാണ്? 6.1%. 6.1%. ടെക്സ്റ്റ് എയില് റിസൾട്ടിന്റെ സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട്, പ്രിവലൻസ് വാസ് 14.9% and 6.1% in male. ടെക്സ്റ്റ് എയില് റിസൾട്ടില് ഫസ്റ്റ് ലൈനായിട്ട് പറയുന്നുണ്ട് 191 GPs reported that 649 of 5,663 patients had been diagnosed with migraine. Prevalence was 14.9 in females and 6.1 in males. 6.1% in males. അപ്പൊ നമുക്ക് മെയിലിന്റെ ആണ് ക്വസ്റ്റ്യൻ വന്നത്. സോ ആൻസർ 6.1%. Then next one, how many GPs reported patient who had been diagnosed with migraine in New Zealand? എത്ര GPസിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്? 191. ടെക്സ്റ്റ് എയില് ആ റിസൾട്ടിൽ ഇപ്പൊ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ട് തൊട്ട് മുകളിലെ ലൈനിൽ പറയുന്നുണ്ട്, അതായത് ഫസ്റ്റ് പാരഗ്രാഫ് ടെക്സ്റ്റ് സി എയില് റിസൾട്ടില് ഫസ്റ്റ് പാരഗ്രാഫില് ഫസ്റ്റ് ലൈൻ 191 GPs reported that 649 of 5,663 patients had been diagnosed with migraine. കിട്ടിയോ എല്ലാവർക്കും? 19. What is the average length of bed rest for migraine in the US? 5 to 6 hours. Text B. ലൊക്കേറ്റ് ചെയ്തോ? ടെക്സ്റ്റ് ഡിയില് നാലാമത്തെ ബുള്ളറ്റ് പോയിന്റ്. ടെക്സ്റ്റ് ഡിയിൽ ഫോർത്ത് ബുള്ളറ്റ് പറയുന്നുണ്ട് ദ ആവറേജ് ലെങ്ത് ഓഫ് ബെഡ് റെസ്റ്റ് ഈസ് 5 to 6 hours. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ 13 വരെ? 8 to 13? ഇല്ല.
ഇല്ല. 14. In the US, only about 1 in 5 sufferers seek help from a dash. Doctor. എവിടെ ലൊക്കേറ്റ് ചെയ്യാം? ടെക്സ്റ്റ് ഡിയില് ലാസ്റ്റ് ബുള്ളറ്റിന് പറയുന്നുണ്ട് only 1 in 5 only about 1 in 5 sufferers seek help from a doctor. കണ്ടോ അത്? Next one. 615. Dash appears to be underutilized in patient with frequent migraine. Prophylactic medication. Answer. കിട്ടിയോ എല്ലാവർക്കും? In part A പാർട്ടില് കൺക്ലൂഷനിൽ സെക്കൻഡ് ലൈൻ. ടെക്സ്റ്റ് എയില് കൺക്ലൂഷനില് സെക്കൻഡ് ലൈൻ ആയിട്ട് പറയുന്നുണ്ട് പ്രൊഫൈലാറ്റിക് മെഡിക്കേഷൻ അപ്പിയേഴ്സ് ടു ബി അണ്ടർ യൂട്ടിലൈസ്ഡ്. കണ്ടല്ലോ. 16. In Newsland, inappropriate use of dash accounted for 9% of prophylactic treatment. Acute medication. Acute medications. Text A. ടെക്സ്റ്റ് എയില് സെക്കൻഡ് പേജില് കൺക്ലൂഷന് മുകളിലുള്ള പാരഗ്രാഫ് അല്ലേ? 4 and 5 migraine patients. അതായത് സെക്കൻഡ് പേജില് ഫസ്റ്റ് ലൈൻ. Inappropriate use of acute medications accounted for 9% of prophylactic treatment. 4 in 5 migraine patients are currently using the acute medication as required for migraine. 17. The average number of migraine attacks per year was 37 for dash in the US. Woman. In text A, second bullet point. Text D, second bullet. The average number of migraine attacks per year was 34 for men and 37 for women. കിട്ടിയോ എല്ലാവർക്കും ഇത്? 18. The study concluded that migraine is recognized dash in New Zealand general practice. Frequently. എവിടെ ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് ടെക്സ്റ്റ് എയിൽ പറയുന്നുണ്ട് അല്ലെ? ടെക്സ്റ്റ് എയിൽ കൺക്ലൂഷനിൽ ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് മൈഗ്രെയിൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫ്രീക്വന്റ്ലി ന്യൂസിലാൻഡ് ജനറൽ പ്രാക്ടീസ്. കണ്ടോ എല്ലാരും ഇത്? 19. In New Zealand, GPs appear to select from a limited range of dash for migraine prophylaxis. എന്തായിരുന്നു ആൻസർ? തെറാപ്യൂട്ടിക് ഓപ്ഷൻസ്. തെറാപ്യൂട്ടിക് ഓപ്ഷൻസ് അല്ലേ? കിട്ടിയോ ഇത്? കൺക്ലൂസ് പാർട്ട് എ കൺക്ലൂഷനില് തേർഡ് ലൈൻ. കൺക്ലൂഷൻസില് ടെക്സ്റ്റ് എയില് കൺക്ലൂഷനില് ലാസ്റ്റ് ഇൻ തേർഡ് ലൈൻ GPs appear to select a limited range of therapeutic option for migraine prophylaxis. കണ്ടോ ഇത്? Then 20th question. Women will need nearly dash days in bed every years in the US. 6 അല്ലേ? 6. ടെക്സ്റ്റ് ഡിയില് തേർഡ് ബുള്ളറ്റ് പോയിന്റ്. Men will need nearly 4 days in bed every year. Women will need 6. Yes, text ഡിയിലെ തേർഡ് ബുള്ളറ്റ്. Men will need nearly 4 days in bed every year. Women will need 6. Okay അല്ലേ? 1 to 20. Yes, ma'am. എന്താ റിപ്പീറ്റ് ചെയ്ത് പറയണോ? വേണ്ട.